ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗൗരീസ് ടേസ്റ്റ് വേർഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ സദ്യകളിലൊക്കെ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുഴുവൻ ഞാനും കറിക്ക് എടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രം എടുക്കണുള്ളൂ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ പോലെ തോന്നും നമുക്ക്. അത് കടിക്കാനും നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് സാധാരണ നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ആ പൈനാപ്പിളിൻ്റെ പകുതി എടുത്തപ്പോഴേക്കും അത്യാവശ്യം കഷ്ണങ്ങളുണ്ട് കേട്ടോ. അപ്പം മുഴുവൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് പേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ പകുതി തന്നെ ധാരാളമാണ്. ഇനി ഞാനിതൊരു കുക്കറിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മാത്രം മുളകും പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഞാനിത് കുക്കർ അടച്ചിട്ട് വിസിലടുപ്പിച്ച് വേവിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അരപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കടുകാണ് ഇട്ടിട്ടുള്ളത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഇല്ല, അതിൽ കുറവുള്ളൂ, കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 4-5 കറിവേപ്പില, പിന്നെ തൈരും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ കറി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുക്കറിലിട്ട് വേവിച്ചത്. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടുതലില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഇനി ഈ ശർക്കര മെൽറ്റായി വരുമ്പോൾ വീണ്ടും കറിയിൽ കുറച്ചും കൂടെ വെള്ളമായി ആവും. കണ്ടില്ലേ, അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്. അത് ശർക്കരയുടെ പാനിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പച്ച കളറുള്ള നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ ഇടയിൽ ഈ മുന്തിരി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ മുന്തിരിയും കൂടി ഇതിൽ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് പൈനാപ്പിളും അതുപോലെ തന്നെ മുന്തിരിയും നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പം മധുരമൊക്കെ ഈ മുന്തിരിയുടെ ഉള്ളിലേക്കും പൈനാപ്പിളിലേക്കൊക്കെ കയറും. ഇപ്പോൾ കണ്ടില്ലേ, മുന്തിരിങ്ങയൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് വറ്റിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ്, പക്ഷേ അത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, വറ്റിച്ചെടുക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുക. പൈനാപ്പിളൊക്കെ ഒന്ന് ഉടഞ്ഞ് ഈ കറിയായിട്ടൊന്ന് മിക്സ് ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കണം. അതിനായിട്ട് ചെറിയൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ കുറച്ച് ഉലുവ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ല ഈസിയാണ് ഈ കറി തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കറക്റ്റ് പാകത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും മധുരമുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.